കാർഷിക വാർത്തകൾ. ഏലം വിൽപ്പന സജീവം. കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും ശക്തമായി രംഗത്തുണ്ട്. റബ്ബർ വിലയിൽ വീഴ്ച. വിലയിൽ മാറ്റമില്ലാതെ നാളികേരോൽപ്പന്നങ്ങൾ. സീസൺ മുന്നിൽ കണ്ട വൻകിട സ്റ്റോക്കിസ്റ്റുകൾ ഏലക്ക വിറ്റുമാറാൻ ഉത്സാഹിച്ചു. 2 ലേലങ്ങളിലായി ഏകദേശം 1,20,000 കിലോഗ്രാം ചരക്ക് വിൽപ്പനയ്ക്കെത്തി. കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും രംഗത്തുണ്ടായത് ഒരു പരിധിവരെ വില തകർച്ചയെ തടയാൻ ഉപകരിച്ചു. കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്താൽ ജൂൺ 2ാം പകുതിയിൽ ഹൈറേഞ്ചിലെ ചില ഭാഗങ്ങളിൽ വിളവെടുപ്പ് ആരംഭിക്കാനാവുമെന്നാണ് കർഷകർ. സീസൺ അടുത്ത് മുൻനിർത്തി വാങ്ങലുകാർ നിരക്കുയർത്തി ഏലക്ക സംഭരിക്കാൻ തയ്യാറായില്ല. വിദേശ വിപണിയിൽ പ്രിയമേറിയ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 2,917 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,191 രൂപയിലും കൈമാറി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ലഭ്യമായത് പകൽ താപനിലയിൽ മാറ്റം സൃഷ്ടിച്ചെങ്കിലും റബ്ബർ ടാപ്പിംഗ് സീസണിനായി ജൂൺ വരെ കാത്തിരിക്കണം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം കണക്കിലെടുത്താൽ മെയ് 2ാം പകുതിയിലും തുടർമഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 196 രൂപയായി താഴ്ന്നു. ടയർ വ്യവസായികൾ വിദേശത്തെ തളർച്ച മറയാക്കിയാണ് ആഭ്യന്തര വില കുറച്ചത്. മുഖ്യ ഉൽപാദന രാജ്യമായ തായ്ലൻഡിൽ കാലാവസ്ഥ ടാപ്പിംഗിന് അനുകൂലമെങ്കിലും വെട്ട് പുനരാരംഭിക്കൽ 1 മാസത്തേക്ക് നീട്ടാൻ കൃഷിവകുപ്പ് കർഷകരോട് അഭ്യർത്ഥിച്ചു. നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. മില്ലുകാർ കൊപ്ര വില ഇടിച്ചത് കണ്ട് കാർഷിക മേഖല തേങ്ങ വിപണിയിലിറക്കാത്തത് വ്യവസായികളെ പ്രതിസന്ധിയിലാക്കി. മുഖ്യ വിപണികളിൽ എണ്ണ, കൊപ്ര വിലകൾ സ്റ്റഡിയാണ്. ഉത്തരേന്ത്യയിൽ നിന്നും കുരുമുളകിന് അന്വേഷണങ്ങൾ എത്തിയത് ഉൽപ്പന്നവില സ്റ്റഡിയായി നീങ്ങാൻ അവസരമൊരുക്കി. കൊച്ചിയിൽ അൺഗാർബിൾഡ് 69,500 രൂപയിലും ഗാർബിൾഡ് 71,500 രൂപയിലും വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എന്ന ലക്ഷ്യത്തോടെ തോട്ടം തയ്യാറാക്കി വരികയാണ് കൂട്ടായ്മ. നാട്ടുമാവ് സംരക്ഷകരെയും കൃഷിക്കാരെയും നാട്ടുമാമ്പഴ സ്നേഹികളെയും കാർഷിക ഗവേഷകരെയും വിദ്യാർത്ഥികളെയും എല്ലാം ഉൾപ്പെടുത്തിയാണ് മാഞ്ചിഫറ 2025 സംഘടിപ്പിച്ചത്. കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ നാട്ടുമാവുകളെ സ്നേഹിക്കുന്നവരും സംരക്ഷിക്കുന്നവരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൃഷിയിടങ്ങളിലെ ജലസേചനത്തിന് സൗരോർജ്ജത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ലയിലെ കർഷകർ. ലക്ഷ്യം സീറോ കാർബൺ കൃഷിയിടങ്ങൾ. മലപ്പുറം ജില്ലയിൽ സീറോ കാർബൺ കൃഷിയിടങ്ങൾ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാൻ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. സൗജന്യ കാർഷിക വൈദ്യുതി കണക്ഷനുള്ളവരെയാണ് പദ്ധതിയുടെ ഭാഗമാക്കുക. അധിക വൈദ്യുതി KSEBക്ക് നൽകി കർഷകന് വരുമാനവും നേടാം. PM കുസും പദ്ധതിയിൽ അനർട്ടിന്റെ നേതൃത്വത്തിലാണ് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. നിലവിലെ പമ്പ് സെറ്റിന്റെ കപ്പാസിറ്റിക്കനുസരിച്ച് ചുരുങ്ങിയത് 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള സൗരോർജ്ജ പ്ലാന്റുകളാണ് സ്ഥാപിക്കുക. പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാർ സബ്സിഡിയും ബാക്കി തുക നബാർഡ് വായ്പയുമാണ്. പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ചുരുങ്ങിയത് 200 ചതുരശ്ര അടി സ്ഥലം പമ്പ് സെറ്റ് സ്ഥാപിച്ചതിന്റെ 20 മീറ്ററിനുള്ളിൽ ആവശ്യമാണ്. പ്ലാന്റ് സ്ഥാപിച്ചു കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ 7 വർഷത്തേക്ക് ഉടമസ്ഥാവകാശവും മേൽനോട്ടവും അനർട്ടിനായിരിക്കും. മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിന് ഉപയോഗിച്ച ശേഷമുള്ള മിച്ച വൈദ്യുതി KSEBക്ക് കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന തുക ഉപയോഗിച്ച് നബാർഡിൽ നിന്നെടുത്ത വായ്പ അടക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 7 വർഷത്തിനു ശേഷം പ്ലാന്റിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം കർഷകന് കൈമാറും. ഓരോ മേഖലയിലെയും കൃഷിഭവനുകൾ മുഖേനയാണ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കും. കൃഷി വിസ്തൃതി കുറച്ചുകൊണ്ടാണ് ഈ നീക്കം. എണ്ണക്കുരുക്കളുടെയും പയർ വർഗ്ഗങ്ങളുടെയും കൃഷി വർദ്ധിപ്പിക്കാനാണ് ശ്രമം. രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ പാടുപെടുന്ന 2 പ്രധാന മേഖലകളായ എണ്ണക്കുരുക്കളുടെയും പയർവർഗ്ഗങ്ങളുടെയും കൃഷി വ്യാപിപ്പിക്കുകയാണ് സർക്കാർ. ഇതിനായി നെൽകൃഷിയുടെ വിസ്തൃതി 5 ദശലക്ഷം ഹെക്ടർ കുറയ്ക്കാനും കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉൽപാദനം 10 ദശലക്ഷം ടൺ വർദ്ധിപ്പിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യ പയർവർഗ്ഗങ്ങളും ഭക്ഷ്യ എണ്ണകളും ഇറക്കുമതി ചെയ്യുന്നതിനാൽ കൂടുതൽ എണ്ണക്കുരുക്കളും പയറുവർഗ്ഗങ്ങളും വളർത്തുന്നതിന് നെൽകൃഷിയുടെ വിസ്തൃതി കുറയ്ക്കേണ്ടതുണ്ട്. ഭക്ഷ്യ എണ്ണകളിലും പയർവർഗ്ഗങ്ങളിലും രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നത് രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിലെ ആദ്യത്തെ ജീനോം എഡിറ്റഡ് നെല്ലിനങ്ങൾ പുറത്തിറക്കുന്നതിനായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കമല, പുസ DST റൈസ് 1 എന്നിവയാണ് സാങ്കേതികമായി വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള നെല്ലുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധ്യത. അമേരിക്കൻ പാൽ ഉൽപ്പന്നങ്ങളുടെയും ജനിതകമാറ്റം വരുത്തിയ കാർഷിക ഇനങ്ങളുടെയും ഇറക്കുമതിക്കായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയേക്കും. ഇന്ത്യയുമായുള്ള നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിൽ താരിഫ് കുറയ്ക്കൽ മുതൽ നിയന്ത്രണ പരിഷ്കാരങ്ങൾ വരെയുള്ള ഇന്ത്യയുടെ നയങ്ങളിൽ മാറ്റങ്ങൾക്കായി US സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ്.
കാർഷിക മേഖലയിൽ അരി, ഗോതമ്പ് തുടങ്ങിയ വിളകൾക്കുള്ള ഇന്ത്യയുടെ അടിസ്ഥാന താങ്ങുവില പദ്ധതികൾ കുറയ്ക്കുക, ജനിതകമാറ്റം വരുത്തിയവയുടെ ഇറക്കുമതിക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കുക, കാർഷിക താരിഫ് കുറയ്ക്കുക എന്നിവ US ആവശ്യങ്ങളിൽ ഉൾപ്പെടുമെന്നാണ് GTRI വ്യക്തമാക്കുന്നത്. പാലുൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇന്ത്യയുടെ GM രഹിത ഫീഡ് സർട്ടിഫിക്കേഷനും ഫെസിലിറ്റി രജിസ്ട്രേഷൻ പ്രോട്ടോക്കോളുകളും അമേരിക്കൻ പാലുൽപ്പന്ന ഇറക്കുമതിയെ തടയുന്നുവെന്നാണ് US വാദം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 198, RSS 5 194, ലാറ്റക്സ് 138, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 71,500, കുരുമുളക് അൺഗാർബിൾ 68,500, ഏലക്ക 2,100 മുതൽ 2,250 വരെ, വെളിച്ചെണ്ണ 26,300, കൊപ്ര 19,000, ചുക്ക് 22,500.